അടിച്ചു കയറിപ്പോ മെയ് 31 മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം 6 മണിക്ക്. ഏത് നേരത്താണോ നിനക്ക് ഇവിടെ വീട്ടിൽ കയറ്റാൻ തോന്നിയത്? അമ്മ പറഞ്ഞൊന്നും പ്രീതി കാര്യമായിട്ട് എടുക്കണ്ട. അപ്പോഴത്തെ ദേഷ്യത്തില് അമ്മ പറഞ്ഞു പോയതാ. സാരല്ല, എനിക്കമ്മ അറിയാം. എന്നുവെച്ചല്ലേ ഞാൻ ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്. ഗിരേട്ടാ വാ. കഷ്ടപ്പെട്ട് ഈ വീട്ടിലെ എല്ലാവരുടെയും ഇഷ്ടം പിടിച്ചുപറ്റി വന്നതായിരുന്നു. ആ തള്ളെ വരെ ഞാൻ ചാക്കിട്ട് പിടിച്ചതാ. അപ്പോഴാ അച്ഛൻ്റെ വക ഒരു മുട്ടം പണി. ഞാൻ ഇതുവരെ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയിന്നാ തോന്നുന്നേ. എങ്ങനെയെങ്കിലും ആ തള്ളയുടെ വിശ്വാസം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കണം. എങ്ങോട്ടായി പാതിരാത്രിയില്? ഞാൻ സെലീനയുടെ വീട്ടിലേക്ക് പോവായിരുന്നു. ഈ പാതിരാത്രിയിലോ? അത് നാളെ അവളുടെ ബർത്ത്ഡേ ആണല്ലോ. അപ്പം 12 മണിക്ക് വിഷ് ചെയ്യാന്ന് കരുതിയിട്ടാ. എന്തിനാടോ ഇത്ര കഷ്ടപ്പെട്ട് നുണ പറയുന്നേ? സത്യം എന്താന്ന് വെച്ചാൽ അതിനോട് പറഞ്ഞാ പോരെ. എനിക്കറിയാം താൻ എങ്ങോട്ടാ പോകുന്നതെന്ന്. ഗോപാലിന്റെ വീട്ടിലേക്കല്ലേ? അതെ. ഇത് താൻ നന്നായിട്ട് ആലോചിച്ചെടുത്ത തീരുമാനമല്ലേ? ജസ്റ്റിന് നീതി കിട്ടാൻ വേറെ വഴിയില്ല വക്കീലെ. ഇത് നീതിയുടെ മാത്രം കാര്യമല്ലാന്ന് തനിക്ക് എനിക്ക് നന്നായിട്ടറിയാം. ഇത് പ്രധാനമായും പ്രതികാരത്തിന്റെ വിഷയ. തനിക്ക് ഗോപാലിനോടുള്ള പ്രതികാരത്തിന് ജസ്റ്റിൻ ഒരു കാരണം മാത്രമായി മാറിയോന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ താനീ ചെയ്യുന്നതൊന്നും ശരിയായ കാരണത്തിന് വേണ്ടിയിട്ടല്ല. എനിക്ക് ഗോപാലിനോട് പ്രതികാരം ചെയ്യണമെന്നുണ്ട്, ശരിയാ. പക്ഷേ അത് മാത്രമാണ് എൻ്റെ ലക്ഷ്യമെങ്കിൽ എനിക്ക് അയാളുടെ വീട്ടിൽ മോഷ്ടിക്കാൻ കയറുന്നതിന് പകരം അയാളെ അങ്ങ് തീർത്താ പോരെ. എൻ്റെ അച്ഛനെ അയാൾ കൊന്നതിനുള്ള കണക്ക് അതോടെ തീർക്കാം. എടോ, തന്നെ ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. താൻ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് തനിക്ക് തന്നെ ഒരു വ്യക്തത വേണം. എടോ, ഉള്ളത് പറയാലോ. ന്യായത്തിന് വേണ്ടി താനിങ്ങനെ ഓരോ സാഹസത്തിന് പോകുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുക. കൂടെ നല്ല പേടിയും. കുറച്ച് ക്രിഞ്ചാണെങ്കിലും പറയുക, താൻ എൻ്റെ ജീവനാടോ. താൻ ഓരോ തവണ റിസ്ക്കുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ താൻ കളിക്കുന്നതേ എൻ്റെ ജീവനും കൊണ്ടാണ്. എപ്പോഴാണെങ്കിലും താൻ ഈ പടി കടന്ന് പോയി തിരിച്ചു വരുന്നവരെ എനിക്ക് ഊണും ഉറക്കമൊന്നും ഉണ്ടാവില്ല. ഞാൻ പോണ്ടെന്നാണോ വക്കീല് പറയുന്നത്? ഇല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല. കാരണം തൻ്റെ ജീവിതത്തിലെ തീരുമാനങ്ങളെല്ലാം താൻ തന്നെ എടുക്കണം. പക്ഷേ തനിക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്യുമ്പോൾ എന്നെക്കുറിച്ചും കൂടി ഒന്ന് ഓർക്കണം. അത്രേ ഉള്ളൂ.